അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 20-ാം വാക്യം. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. നമ്മുടെ യുക്തിക്ക് നിരക്കുന്നൊരു വാഗ്ദത്തം ഒരാൾ തന്നാൽ അത് വിശ്വസിക്കാൻ എളുപ്പമാണ്. വാക്ക് തന്ന വ്യക്തിയുടെ അത് നിവർത്തിക്കാനുള്ള ശേഷിയാണ് പ്രധാനമായും അതിൽ അടിസ്ഥാനമായിരിക്കുന്നത്. തനിക്കു കഴിയാത്ത കാര്യമാണ് അയാൾ വാഗ്ദത്തം നൽകിയതെങ്കിൽ അത് വിശ്വസിക്കാൻ പ്രയാസം തന്നെയാണ്. ദൈവം അബ്രഹാമിന് വാഗ്ദത്തം നൽകിയപ്പോഴും സ്ഥിതി ഇതുതന്നെയായിരുന്നു. സാഹചര്യങ്ങളെല്ലാം ദൈവം നൽകിയ വാഗ്ദത്തത്തിന് എതിരായിരുന്നു. സാറായിൽ അബ്രഹാമിന് സന്തതിയെ നൽകുമെന്ന് ദൈവം പറയുമ്പോൾ തങ്ങളുടെ യൗവനകാലത്ത് സംഭവിക്കാതിരുന്നത് വാർദ്ധക്യത്തിൽ ലഭിക്കുമെന്ന് അവൻ വിശ്വസിക്കണമായിരുന്നു. ആരോട് പറഞ്ഞാലും അത് അസംഭവ്യമായ കാര്യമെന്ന പരിഹാസമായിരിക്കും തനിക്ക് കേൾക്കേണ്ടി വരുന്നത്. ഇതിനെയെല്ലാം അതിജീവിക്കുന്ന വിശ്വാസമായിരുന്നു അബ്രഹാമിനുണ്ടായിരുന്നത്. വാഗ്ദത്തം ചെയ്ത ദൈവത്തിന് അത് നിവർത്തിക്കാനും കഴിയുമെന്ന് ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം തനിക്കുണ്ടായിരുന്നു. താൻ പറഞ്ഞ വാക്ക് മാറാൻ കഴിയാത്തവനാണ് ദൈവം എന്നുള്ളത് തന്നെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നിറവേറും എന്നതിന് ആധാരം. എല്ലാ സാഹചര്യങ്ങളും എതിരായിരുന്നാലും നാം ദൈവത്തിൽ വിശ്വസിച്ചേ തീരൂ. അവിശ്വാസവും സംശയവും നമുക്കല്പം പോലും ഉണ്ടാവരുത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏതൊരു വാഗ്ദത്തവും വിശ്വസിക്കുന്നതിന് മുമ്പ് അത് ദൈവം തന്നെ നൽകിയതാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അരുളി ചെയ്തത് ദൈവമാണെന്ന് ഉറപ്പാണെങ്കിൽ ഒരു സംശയവും കൂടാതെ വിശ്വസിക്കുക. ഗോഡ് ബ്ലെസ് യു.